Hi, good morning all. Welcome to the another session of Professional Business Skill. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് അനലിറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഡാറ്റ അനലിസ്റ്റ്, അതുപോലെ അവരെ റെസ്പോൺസിബിലിറ്റീസ്, ഈ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്താണ് ബിസിനസ് അനലിറ്റിക്സ്, അതിൻ്റെ ടൂൾസ്, ട്രെൻഡ്സ്, കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കാനുള്ളത്. സിംപ്ലി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ് എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ ബിസിനസ് അനാലിസിസിലൂടെ സാധിക്കുന്നു. ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതോട് കൂടിയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ്, കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ നല്ല ഡിസിഷൻസ് എടുക്കാൻ നല്ല ഇൻഫർമേഷൻസ് വേണം, ഇല്ലേ? എറർ ഫ്രീ ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. സോ ബിസിനസ് അനാലിസിസ് നടത്തുന്നതിലൂടെ, അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് വഴി നല്ല ഡിസിഷൻസ് എടുക്കുന്നതിലൂടെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. ദെൻ സെക്കൻഡ്, ഇൻസൈറ്റ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻ. നമ്മൾ ബിസിനസ് അനാലിസിസിൽ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഡാറ്റ വിഷ്വലൈസേഷൻ ടെക്നോളജിയിലൂടെ ആ ഡാറ്റയെ കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കിട്ടുന്ന ഡാറ്റകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കിട്ടുന്ന ഡാറ്റകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, നമ്മൾ ഗ്രാഫിക്കലായിട്ട് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള ഗ്രാഫിക്കൽ വിഷ്വലൈസേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഡാറ്റനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാകുന്നു. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഡാറ്റ വിഷ്വലൈസേഷനിലൂടെ ആ ഒരു ഡാറ്റയെക്കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമ്മൾ ക്രിക്കറ്റിലൊക്കെ കാണാറുണ്ട്, ഇല്ലേ? ഓരോ ഓവറൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്ര റണ്ണ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ സെക്കൻഡ് ബാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15ാമത്തെ ഓവറിൽ ഫസ്റ്റ് ടീമിന് ഇത്ര റണ്ണായിരുന്നു, ഇവർക്ക് ഇത്ര റണ്ണായിരുന്നു, ഓരോ വിക്കറ്റ് പോകുന്നതിനനുസരിച്ച് ഓരോ ബോളിൻ്റെ ചിഹ്നമൊക്കെ കാണിച്ചിട്ട് കൊടുക്കാറുണ്ട്, അല്ലെ? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇനി അവരെ അടുത്തേക്ക് എത്താൻ ഇത്രയും കൂടെ വേണം എന്നുള്ള കാര്യങ്ങൾ ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇൻസൈറ്റ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ്, കീപ്പ് അപ്ഡേറ്റഡ്. കീപ്പ് അപ്ഡേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏത് ബിസിനസ്സും അപ്ഡേറ്റ് ആവണം എന്നുള്ളതാണ്. കൃത്യമായ ഡാറ്റ അനാലിസിസ് നടത്തുന്നതിലൂടെ എന്താണ് നമുക്ക് മാർക്കറ്റിലുള്ള ട്രെൻഡ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെയാണ് അപ്ഡേഷൻ വേണ്ടത് എന്നുള്ളത്. സോ അത്തരത്തിൽ നല്ല അപ്ഡേഷൻ നടത്താൻ നമുക്ക് ബിസിനസ് അനലിറ്റിക്സിലൂടെ സാധിക്കുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ബിസിനസ് അനലിറ്റിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രെൻഡ് കാര്യങ്ങളൊക്കെ, പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താനും സാധിക്കും. ഓക്കെ, അതാണ് കീപ്പ് അപ്ഡേറ്റഡ്. നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് പ്രൊഡക്റ്റ്, നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം എന്താണ്, സോ കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ അനാലിസിസിലൂടെ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ല അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്, കാര്യങ്ങൾ നമ്മൾ ആ ടാർഗറ്റഡ് ഓഡിയൻസിന് അടുത്തേക്ക്, അല്ലെ, അവർക്ക് നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ നമുക്ക് സാധിക്കും. സോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ആവാൻ എന്താണ് ഡാറ്റ അനാലിസിസിലൂടെ സാധിക്കുന്നു. ദെൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റ അനാലിസിസ് നടത്തിയാൽ, അല്ലെ, നല്ല ഇൻഫർമേഷൻസ് കിട്ടുന്നത് വഴി നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ മാസത്തെ സെയിൽസിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒരു അനാലിസിസ് നടത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ സെയിൽസ് കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ സെയിൽസ് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്താണ് എന്ന് കണ്ടെത്തിയിട്ട്, അല്ലെ, നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പ്രൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന് എന്തെങ്കിലും മാറ്റം വരുത്തി തുടങ്ങിയ കാര്യങ്ങൾ, നല്ല ബെറ്റർ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ മോർ എഫക്റ്റീവ് മാർക്കറ്റിംഗ്. മോർ എഫക്റ്റീവ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ അനാലിസിസ് നടത്തിയാൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, ബിസിനസ് ഈ അനലിറ്റിക്സിലൂടെ എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എഫക്റ്റീവായിട്ട് അത്തരത്തിൽ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു.
ദെൻ ബെറ്റർ കസ്റ്റമർ സർവീസ്, അല്ലെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസൊക്കെ നമുക്ക് ഡാറ്റ അനാലിസിസിലൂടെ നമുക്ക് സാധിക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ സർവീസ് കാര്യങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കെ നമുക്ക് സാധിക്കും. വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ദെൻ മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ, നമ്മുടെ ഓർഗനൈസേഷനിലെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റായിട്ട്, അതിൽ കൂടുതലായിട്ടുള്ള എഫിഷ്യൻസി നമ്മൾ പ്രൊഡക്ടിവിറ്റിയിൽ, അതുപോലെ തന്നെ നമ്മളെ പെർഫോമൻസിലൊക്കെ നമുക്ക് എഫിഷ്യൻസി കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ബിസിനസ് ഡാറ്റ അനാലിസിസിലൂടെ അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സിലൂടെ നമുക്ക് സാധിക്കുന്നു. കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തിയാൽ എവിടെയൊക്കെയാണ് നമ്മളെ ഫോൾട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിലൂടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമെന്നുണ്ടെങ്കിൽ നല്ല ഡിസിഷൻ മേക്കിലൂടെ നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. സോ അതിലൂടെ നമ്മളെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഫങ്ഷനിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അതാണ് മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്ലാൻ ഫോർ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റീവായിട്ടുള്ള അനാലിസിസ് നടത്തി, നമ്മൾ പ്രൊഡക്റ്റീവ് അനാലിസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ വെച്ച് നോക്കിയിട്ട് ട്രെൻഡുകൾ, ഫ്യൂച്ചറിലുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില കസ്റ്റമറെ ആ ഒരു സെഗ്മെൻറ്റേഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ. ഫ്യൂച്ചർ നമുക്ക് പ്ലാൻ ചെയ്യാൻ ഈ ഒരു ബിസിനസ് അനാലിസിസിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. ബിസിനസ് അനലിറ്റിക്സിൻ്റെ ദോഷങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. നമ്മൾ ചാലഞ്ചസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. എന്താണ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും ഈ ഒരു വർക്ക് ചെയ്യുക, ഡാറ്റ അനാലിസിസ് നടത്തുക. അപ്പോൾ അവർക്ക് എന്താവണമെന്നില്ല, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഇവർ കൊടുക്കുന്ന ഡാറ്റ വിശ്വസനീയമാവണം എന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഫെസിലിറ്റി ഇല്ലാത്തൊരവസ്ഥ, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അതുപോലെ തന്നെ അത് കറക്റ്റ് ചെയ്യാനും ഒന്നും കൃത്യമായിട്ടുള്ളൊരു ഫെസിലിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ട്. അത് ബിസിനസ് അനലിറ്റിക്സിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും അനാലിസുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥ, അതാണ് നമ്മൾ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ അനാലിസിസ് ഇപ്പോൾ ഒരുപാട് നല്ല ചിലവുള്ളൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാറ്റ അനലിസ്റ്റ്. അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ എംപ്ലോയീസ് വേണം, കൃത്യമായിട്ടുള്ള സമയത്ത് ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കണം. പക്ഷെ അതിനൊന്നും അനുസരിച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കിട്ടണമെന്നില്ല ഓർഗനൈസേഷനിൽ. സോ ഈ ഒരു ബിസിനസ് അനലിറ്റിക്സിന് എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്ന് ഇല്ല. അതാണ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ദെൻ ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ചിരിക്കും നമ്മളെ എഫിഷ്യൻസി കാര്യങ്ങൾ, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി. കാരണം ആ ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് ആക്കും. ആ ഒരു ഇൻഫർമേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. ഓക്കെ, അപ്പം ആ ഡാറ്റ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളെ ഇൻഫർമേഷൻസ് ക്വാളിറ്റി ഉണ്ടാവില്ല. അതുവഴി എന്തായിരിക്കും നമ്മളെ ഡിസിഷൻസും എന്തായിരിക്കും ഫെയിലിയർ ആവാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റൻ്റെ ലോ ക്വാളിറ്റി ദാറ്റ് മേ ലീഡ് ടു ഡിക്രീസ് അവർ എഫിഷ്യൻസി. ഇത്ര കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജസിൽ ഉള്ളത്. ലാക്ക് ഓഫ് അലൈൻമെൻറ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, ദെൻ ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബിസിനസ് ഡാറ്റ അനലിസ്റ്റ് എന്നുള്ളതാണ്. എന്താണ് ബിസിനസ് ഡാറ്റ അനലിസ്റ്റ്? ആരാണോ ആ ഒരു ഓർഗനൈസേഷനിൽ ഡാറ്റ അനാലിസിസ് പ്രോസസ്സ് ചെയ്യുന്നത്, ഡാറ്റ അനാലിസിസ് നടത്തുന്നത് ആരാണോ അവരെയാണ് എന്ത് പറഞ്ഞ് നമ്മൾ ഡാറ്റ അനലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റ അനലിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാറ്റ അനാലിസിസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഡാറ്റ അനാലിസിസ് എന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആരാണോ ഉത്തരവാദി അയാളെ പറയുന്ന പേരാണെന്ത്, ഡാറ്റ അനലിസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ആർക്കാണോ ആ ഒരു ഡാറ്റ അനാലിസിസ് വർക്ക് ഉത്തരവാദി, ആരെയാണോ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരെയാണ് എന്ത് പറയുന്നത് നമ്മൾ ഡാറ്റ അനലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എ ഡാറ്റ അനലിസ്റ്റ് കളക്ട്, പ്രോസസ് ആൻഡ് പെർഫോം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓൺ ലാർജ് ഡാറ്റ സെറ്റ്.
they discover how data can be used to answer questions and solve problems. ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ആ വലിയ ഡാറ്റ സെറ്റിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അനലിറ്റിക്കലായിട്ടുള്ള ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവസാനം എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ അനാലിസിസൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് അത് കണ്ടെത്തുന്നു. ഓക്കെ, അവസാനം അതിൽ നിന്ന് നമ്മുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു അനലിസ്റ്റിൻ്റെ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഹി മസ്റ്റ് ഹാവ് ദി റിക്വയർഡ് നോളജ് ആൻഡ് സ്കിൽ ടു വർക്ക് ആസ് എ ബിസിനസ് ഡാറ്റ അനലിസ്റ്റ്. ആ ഒരു ഡാറ്റ അനലിസ്റ്റിന് സ്പെഷ്യലായിട്ടുള്ള നോളജും അതുപോലെ തന്നെ സ്കില്ലും ഉണ്ടായിരിക്കണം. സ്പെഷ്യലായിട്ടുള്ള സ്കില്ലും നോളജും ഈ ഒരു ഡാറ്റ അനലിസ്റ്റിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡാറ്റ അനലിസ്റ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡ്യൂസിങ് റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യലാണ്. ഓക്കെ, ദേ സ്പെൻഡ് amount of time producing and maintaining both internal and client facing report. It give management insight about new trend. എന്താണ്, ഓരോ ഡാറ്റ അനാലിസിസ് നടത്തുമ്പോഴും വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യൽ ഈ ഒരു അനലിസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ആ ഒരു മാനേജ്മെൻറ്റിന് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കലും എന്താണ് ഈ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് പ്രൊഡ്യൂസിങ് റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ്, സ്പോട്ടിങ് പാറ്റേൺ. ഓക്കെ, ഡാറ്റ അനലിസ്റ്റ് ഹാസ് ടു ബി ഏബിൾ ടു സീ ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ഇൻ ഡാറ്റ. ഡാറ്റയിലുള്ള പാറ്റേൺ എന്ത് ചെയ്യണം, കാണാൻ പറ്റണം എന്നുള്ളതാണ്. കാരണം അനാലിസിസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ ഒരുപാട് ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാകും. പാറ്റേൺ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് ഡാറ്റകൾ ഉണ്ടാകും. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ഏതാണ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് അതിനനുസരിച്ചിട്ട് അനലിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് ഇൻ റെഗുലർ ഫ്രീക്വൻസി സച്ച് ആസ് വീക്ക്ലി, മന്ത്ലി helps analysts notice significant pattern. They all contribute to trend. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ്ലി ആയിട്ടുള്ള ഇൻ്റർവെല്ല് വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അനാലിസിസ് നടത്തേണ്ടി വരും, റിപ്പോർട്ടിങ് നടത്തേണ്ടി വരും. അതിലൂടെ ആ റിപ്പോർട്ടിങ് നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് നടത്തുന്നതിലൂടെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പം സെയിൽസ് എങ്ങനെയുണ്ട്, ഇനി ഫ്യൂച്ചറിൽ എങ്ങനെ സെയിൽസ് ഉണ്ടാകും തുടങ്ങിയ ട്രെൻഡ് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ സാധിക്കണം. ഓക്കെ, ദേ ഓൾ കോൺട്രിബ്യൂട്ട് എ ട്രെൻഡ്. അവരൊരു ട്രെൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, പെർട്ടിക്കുലർ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ സെയിൽസ് ഡാറ്റയാണ് അനാലിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെൻഡ്, ഇപ്പം സെയിൽസിന് ഇതാണുള്ളത്, ഇനി സെയിൽസിൻ്റെ ട്രെൻഡ് ഫ്യൂച്ചറിൽ ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ ട്രെൻഡ് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, കൊളാബറേറ്റിംഗ് വിത്ത് അതേഴ്സ്. ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സല്ല ഈ ഒരു ഡാറ്റ അനാലിസിസ് എന്നുള്ളത്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനിലെ ആ ഒരു എല്ലാ മെമ്പേഴ്സുമായിട്ട് എന്തായിരിക്കണം, ഒരു കൊളാബറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, മാർക്കറ്റർ ആയിട്ട് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡിഫറെൻറ്റ് ആളുമായിട്ട് എന്ത് ചെയ്യണം, ഒരു കൊളാബറേഷൻ ഉണ്ടാവണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ, അവർ കൃത്യമായിട്ടുള്ള നല്ല രീതിയിൽ അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ. സോ കൊളാബറേറ്റിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് കൊളാബറേറ്റ് ചെയ്യുക എന്താണ് ഈ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുമായിട്ട് കൊളാബറേറ്റീവ് രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരു കോർഡിനേറ്റ് ചെയ്യുക, കോഓപ്പറേഷനോട് കൂടിയിട്ട്, എന്നിട്ട് അവരിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. സോ കൊളാബറേഷൻ വിത്ത് അതേഴ്സ്. ദെൻ ഫൈനലി കളക്ടിങ് ഡാറ്റ ആൻഡ് സെറ്റിംഗ് അപ്പ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ്,
കൃത്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാൻ, അനാലിസിസ് നടത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് വെബ് ഡെവലപ്പേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസ് ഡാറ്റ കളക്ഷൻ. അല്ലേ, വെബ് ഡെവലപ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സൈറ്റ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളുണ്ടാവും. ഒരു പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും, വെബ്സൈറ്റ് ഡെവലപ്പേഴ്സൊക്കെ ഉണ്ടാവും. അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അല്ലേ, അത് സ്റ്റോർ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ, അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയറൊക്കെ സെറ്റിംഗ് അപ്പ് നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, ഡാറ്റ കളക്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേണം. എറേഴ്സ് ഫ്രീ ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. സോ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി സംവിധാനിക്കുക, അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ, ഹാർഡ്വെയറൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡാറ്റ അനലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ് ദെൻ ഡാറ്റ അനലിസ്റ്റ് പറഞ്ഞ്, ഡാറ്റ അനലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ ഡാറ്റ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യാൻ ഉത്തരവാദി അവരെ പറഞ്ഞ പേരാണ് ഡാറ്റ അനലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യലാണ്. അതുപോലെ തന്നെ ട്രെൻഡ് മനസ്സിലാക്കുക, ട്രെൻഡ് സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ദെൻ മറ്റുള്ളവരുമായിട്ട്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസുമായിട്ട് ഒന്ന് കൊളാബറേറ്റ് ചെയ്യുക. ദെൻ ഡാറ്റ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യാൻ, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ സെറ്റിംഗ് അപ്പ് നടത്തുക എന്നുള്ളതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി. ഇത്ര കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.